ഞങ്ങളുടെ നേതാവ് സത്യമൂർത്തി സാർ മരിച്ചു. സാർ അദ്ദേഹത്തിന്റെ ഫ്രണ്ടാണ്. മൂർത്തി സാറിന്റെ സ്ഥാനത്ത് നിന്ന് എന്നെ അനുഗ്രഹിക്കുന്നു. എന്താ മോനെ, ഈ ജനങ്ങൾക്ക് നല്ല സേവനം ചെയ്യാൻ എന്നെ അനുഗ്രഹിക്കുക. നിന്റെ നല്ല മനസ്സാ, നീയേ ജയിക്കൂ. ഈ ഗ്രാമത്തിലുള്ളവരുടെ സ്നേഹം എപ്പോഴും. വളരെ നന്ദിയുണ്ട്. സാറിന് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്റെ അടുത്തോട്ട് വന്നാ മതി. അങ്ങയുടെ മകനാന്ന് കരുതിയാ മതി. മോന്റെ അടുത്തൊന്ന് കൊടുത്തു വെച്ചേര്. ഇന്ന് മോനെ വാങ്ങിക്കോ. മുഖം മറക്കുന്നവരാ വിസിറ്റിംഗ് കാർഡ് കൊടുക്കുന്നത്. ഈ മുഖമൊക്കെ മറക്കാൻ പറ്റുമോ? നീയും സിയും ചക്കരയും പോലെയാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ വെയിലത്ത് നിന്ന് വാടിക്കരിയുവാണല്ലോ. മോനെ നീയാണോ? ഈ മംഗൂസ് തലമണ്ടെ അറിയാവോ നിനക്ക്? എന്തുകൊണ്ട് വിശേഷം ചേട്ടാ? സുഖമാണോ മോനെ? എങ്ങനെയുണ്ട്? സുഖം തന്നെ. നല്ല നിന്റെ പേര് ഓർമ്മയുണ്ടല്ലോ. വളരെ സന്തോഷം ചേട്ടാ. ചേട്ടാ, നാട്ടിലൊരു ചെറിയ പ്രശ്നം. അച്ഛൻ സാറിനെ കാണാൻ പറഞ്ഞു. ഈ ചേട്ടന്റെ അടുത്ത് വന്നില്ലേ? നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാലും അത് മുഖ്യമന്ത്രിയോട് പറഞ്ഞ് ശരിയാക്കേണ്ടത് എന്റെ ജോലിയാ. നിങ്ങൾ പേടിക്കണ്ട. ചേട്ടാ നമസ്കാരം, ഞാൻ കമൽ സാറിന്റെ ഫ്രണ്ടാ. അതെ ചേട്ടാ, പേര് രജനി. നല്ല സഹായോ. നിങ്ങളെ ഞാൻ എവിടെയോ കണ്ടതുപോലെ ഉണ്ടല്ലോ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ വലിയ ആളൊന്നുമല്ല. ഞാൻ ഓട്ടോ സ്റ്റാൻഡിൽ ജീവിക്കുന്ന ആളാ. ഓട്ടോ സ്റ്റാൻഡോ? പിന്നെന്താ, കൊതുകുതിരി സ്റ്റാൻഡോ? ചേട്ടാ ഒരുപാട് നിന്ന് ആലോചിക്കാതെ ഉള്ള മുടി കൂടെ പൊഴിഞ്ഞു പോകും. നിന്റെ ഫ്രണ്ട് നല്ല തമാശയാണല്ലോ. അതെ കമലേ, നിങ്ങളോട് ഓട്ടോ കാശ് ചോദിച്ചാൽ വാങ്ങി തോന്നിയതൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒന്നും മനസ്സിൽ വെച്ച് പ്രതികാരം ചെയ്യല്ലേ. സി എമ്മിനോട് ഒന്ന് പറഞ്ഞ് എന്നെ ഓട്ടോ സ്റ്റാൻഡിന്റെ നേതാവാക്കി തരണം. വരുന്ന കോർപ്പറേഷനിലെ മേയർ പോസ്റ്റ് സ്ത്രീകൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുക. അതിലേക്ക് മത്സരിക്കാൻ നിന്നെ തെരഞ്ഞെടുത്തു. നിങ്ങൾ ആരെയാ മനസ്സിൽ കണ്ടുവച്ചതെന്ന് എനിക്കറിയാം. നിങ്ങളുടെ സൗകര്യത്തെക്കാളും പാർട്ടിയുടെ വരുംകാലം ചിന്തിക്കുന്നത് നന്നായിരിക്കും. പാർട്ടിക്ക് പണം ഉണ്ടാക്കാൻ ഞങ്ങള് പോസ്റ്റിങ്ങിന് വേറൊരാള്. ആരോടാ സംസാരിക്കുന്നറിയാവോ? അറിയാം. പാർട്ടിയിലിരിക്കുന്ന ആരും ഒന്നും സമ്പാദിക്കരുത്. തനിക്ക് മാത്രമേ സമ്പാദിക്കാൻ അറിയൂ എന്ന് പറയുന്ന നേതാവിന്റെ അടുത്ത് തന്നെ. നിർത്തടാ. നീയൊക്കെ എന്താടാ വിചാരിച്ചേ? സത്യമൂർത്തിയുടെ ഭരണം ഞാൻ അങ്ങ് നടത്തുവന്നോ? ഒന്നിനും വെറുതെ വിടില്ല. ഇവിടെ ഞാനാണ് പാർട്ടി. ഞാൻ തീരുമാനിക്കുന്ന പോലെ നടക്കൂ. തലേ കയറിയിരുന്ന് നിരങ്ങാൻ നോക്കിയാ രാവിലെ വോക്കിങ്ങിന് പോയാൽ തിരിച്ചു നീ വരില്ല. വെറുതെ മൂട് കളയാൻ വേണ്ടി ഓരോരുത്തനൊക്കെ ഇറങ്ങിക്കോ. ഇവനെയൊക്കെ പാർട്ടി നാദി എടുത്ത് കളയാം. നമസ്കാരം. ഈ കുട്ടി +2 സ്റ്റേറ്റ് ഫസ്റ്റ്. അപ്പനില്ലാതെ വളർന്ന കുട്ടിയാ. കൊണ്ടുവാ. നേതാവേ, മനസ്സിലാവുന്നുണ്ടോ? വീട്ടില് നമ്മുടെ സത്യമൂർത്തി സാറിന്റെ ക്ലാസ്മേറ്റിന്റെ വീട്ടിൽ കണ്ടായിരുന്നില്ലേ? കമൽ. സാറിനെ കാണാൻ പറഞ്ഞു. ഈ അപേക്ഷ അല്ല, സബ്വേ പണിന്നുകൊണ്ട് വീട് ഇടിക്കാൻ പോവാണെന്ന് പറഞ്ഞു. അതല്ലേ പറഞ്ഞത്, അപേക്ഷ കൊടുക്കാൻ. അതെല്ലാം ചെയ്തു, ഒന്നും നടക്കുന്നില്ല. അത് അപേക്ഷ കൊടുത്താൽ മതി. സാറ് അപേക്ഷ കൊടുക്കാനല്ല തന്നോട് പറഞ്ഞേ. സാറിനെ പ്രതീക്ഷിച്ച വന്നത്. എന്തിനാ കയ്യെ പിടിച്ചത്? അല്ല സാറേ, തന്റെ വീടിന് മാത്രമേ പ്രശ്നമുള്ളൂ. അത് നോക്കുന്ന മാത്രമാണ് എന്റെ ജോലി. ഇവിടെ ഓരോ വീട്ടിലും പോയി നിങ്ങൾ കഴിച്ചോ, നിങ്ങൾക്ക് അസുഖമുണ്ടോ, നിങ്ങളുടെ മോളെ കെട്ടിച്ചു വിട്ടോ, ഇതൊക്കെ തിരക്കുന്നതാണ് എന്റെ ജോലി. പോടാ. എന്താ സാറേ ഇത്? വോട്ട് ചോദിച്ച് വീട് അന്വേഷിച്ച് വരുമ്പോ ഞങ്ങൾ എത്ര മര്യാദ തന്നു. ഒരു കാര്യത്തിന് വേണ്ടി സാറിന്റെ അടുത്ത് വന്ന് അപമാനിക്കുന്നല്ലേ? ഞങ്ങൾ വോട്ട് ചെയ്തില്ലെങ്കിൽ എങ്ങനെ CM ആയനെ? നീ വോട്ട് ചെയ്തിട്ടാണ് ഞാൻ CM ആയത്. തമാശ കളിക്കുക. എന്താടാ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ? ഇനി എന്റെ മുന്നിൽ കണ്ട കൊന്നുകളയും ഞാൻ. ഇറക്കി വിടാവനെ. എന്താ മോനെ ഇത്? ചെറിയ പ്രശ്നമെന്നല്ലേ പറഞ്ഞത്? സബ്വേ കോൺട്രാക്ടർ വിഷയം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിന്നെ ഞാൻ നേതാവിന്റെ അടുത്ത് പോലും കൊണ്ടുപോകില്ലായിരുന്നു. ആ കോൺട്രാക്ടർ എടുത്തത് ആരാന്നാ നീ വിചാരിച്ചോണ്ടിരിക്കുന്നത്? നമ്മുടെ നേതാവ് തന്നെ മോനെ. എന്താ ചേട്ടാ? അതെ മോനെ, കൂടെ പോയില്ല ഒന്ന് കുലുക്കിക്കൊണ്ട്. അതിന്റെ പേരിലാണ് എടുത്തിരിക്കുന്നത്. വീട് പോയാ പോട്ടെ, നിന്റെ ജീവൻ രക്ഷപ്പെട്ടല്ലോ, അത് മതി. പദവിയും അധികാരവും എല്ലാം ആ മഹാഭാവിയുടെ അടുത്തുണ്ട്. അവനെ എതിർത്ത് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോ മോനെ, പോ. എനിക്കറിയാം മുത്തശ്ശ, ഇത് വെറും വീടല്ല, എന്റെ ജീവനാണ്. വിട്ടുകൊടുക്കുമോ ഞാൻ? ആരാടാ നിന്റെ ആന്റി? നിന്നെ സാധാരണ ഒരു വേലക്കാരനെ പോലെ ഞാൻ കണ്ടേ, സ്വന്തക്കാരനായിട്ട് കണ്ടിട്ടേ ഇല്ല. ഇനി എന്റെ മുന്നിൽ കണ്ട കൊന്നുകളയും ഞാൻ. ഇറക്കി വിടാവനെ. അങ്ങോട്ട് നോക്കടാ, നിക്ക്.
ഓട്ടോ ഇവിടെ കൊണ്ടിട്ട് നീ എന്തെടുക്കാടാ? അതെ, ഞാൻ പറയുന്നത് കൈയെടുക്കാൻ നീ ആരടാ? വില പേശി കിട്ടാനുള്ള അടി കുറയ്ക്കാൻ വന്നിരിക്കുക. കമല, ഇത് വേറെ ഇപ്പൊ നീ വിഷയം. മിണ്ടാതിരിക്കെ, ഞാൻ നോക്കിക്കോളാം. എടോ, ഞങ്ങൾ വന്ന് അടച്ചോളാം, പൊക്കോ. പോകാൻ പറഞ്ഞില്ലേ, പോ. അല്ല കമല, ഡ്യൂ കെട്ടാനുള്ള കാശ് കിട്ടിയായിരുന്നോ? ഇല്ല അയ്യപ്പ, രമണി ചേച്ചിയോട് ഞാൻ വന്ന് സംസാരിക്കാം. അവിടെ സംസാരിക്കാനായിട്ട് ആളില്ലെന്നാ വിചാരിച്ചാ പോയി സംസാരിക്കാൻ. അവരാരാന്നറിയാവോ? അറിയത്തില്ല, പോയി മനസ്സിലാക്കാൻ വാ. പറയുന്ന കേക്ക്, അവരോടൊന്നും പോയി എടോ, സംസാരിക്കാൻ ഒന്ന് വേഗം നിൽക്കില്ലേ? അവർ മോശപ്പെട്ട ആൾക്കാരാ. ഇവിടെ പറയുന്ന കേക്ക്. ഇവിടെ ആയിരുന്നെങ്കിൽ എന്റെ ഓട്ടോ മാത്രമേ പോകത്തുള്ളായിരുന്നു. അവിടെ ചെന്ന് അവരെന്റെ തല വെട്ടിയെടുക്കും. വെട്ടിയാൽ അങ്ങോട്ട് വെട്ടട്ടെ. ആയിരത്തി 1932 പാരമ്പര്യമുള്ള വീടാണല്ലോ. പാരമ്പര്യമുള്ള വീടൊന്നുമല്ല, സേട്ടുവിന്റെ പഴയ വീടായത്. രമണി ചേച്ചി അവനെ പറ്റിച്ചെടുത്താണ്. സാധാരണ സേട്ടല്ലേ വീട് പൊക്കുന്നേ, ഇതൊരു പെണ്ണാണോ വീട് പൊക്കിയേ? രമണി ചേച്ചി എന്ന് പറഞ്ഞപ്പോ മിടുക്കിയായ ഒരു ആന്റി ലോഹിപ്പ് സാരി ചുറ്റി വാനറ വെറ്റില പാക്കിട്ട് ആളാന്ന് വിചാരിച്ചോ? ഇതൊരു സ്ത്രീ മൈക്ക് ടൈസനാ. പറയുന്ന കേക്ക്, വാ പോകാം. എന്തിനാ നീ പേടിക്കുന്നേ? എത്രയാ ലോൺ തന്നത്? മുതൽ എത്ര, പലിശ എത്ര? ഒപ്പങ്ങാൻ ഇട്ട് കൊടുത്തു. എന്റെ പ്രശ്നം തീർക്കാൻ പറ്റിയ ബഹദൂർ ബാദ്ഷാ ചന്ദ്രബോസിന് ഫോൺ ചെയ്യടാ. വിളിക്കടാ ഫോൺ. അടുത്ത 5 മിനിറ്റിനുള്ളിൽ വേഗം വിളിക്കടാ. ആ ഇൻസ്പെക്ടർ ഇവിടെ വരണം. വെറുതെ വിടില്ല വരാൻ പറയടാ. അവൻ എന്ത് ചെയ്തോണ്ടിരിക്കാ? പറയടാ വരാൻ. ഒരുത്തനും വിടില്ല. വരുമല്ലോ അല്ലേ? അടുത്ത 2 മാസത്തിനുള്ളിൽ കൗൺസിലർ ഇലക്ഷൻ വരുമല്ലോ. എല്ലാം ഇങ്ങോട്ട് വരുമല്ലോ, കൈക്കൂലിയും ചോദിച്ചോണ്ട്. അന്നേരം കണ്ടോളാം. വന്ന് കാശ് ചോദിക്കല്ലോ അല്ലേ? അവർക്ക് നിന്നെ വെറുതെ പൈസ കൊടുക്കുന്നേ, നിങ്ങൾക്ക് കൗൺസിലർ ആയ പോലെ. അയ്യോ, എന്താ ഇപ്പൊ കറക്റ്റ്? അയ്യപ്പ, ആരാടാ നീ? ഞാൻ ആരാണെങ്കിൽ എന്താ, ചേച്ചി ആരാണെന്ന് എല്ലാരും അറിയണം. ചേച്ചിയോട് ഓക്കെ പറയാൻ പറ, കൗൺസിലർ ആക്കി തരാൻ ഞാൻ. ഒന്ന് കേറ്റി തന്നാണ്ടല്ലോ. അയ്യേ, എന്തിനാ ഈ കത്തിയൊക്കെ എടുത്തോണ്ട് വരുന്നത്? എന്താ ചേച്ചി വലിയ ആളാവുന്ന ഇഷ്ടമല്ലേ? ഞങ്ങളെന്നെ പേടിക്കുന്നു. ആര്, ഞാനോ? ഒന്ന് പോ ചേട്ടാ. അങ്ങോട്ട് നോക്ക്, ചേച്ചി ഇവിടെ വിഷമിച്ച് നിൽക്കുക. ഒരുത്തൻ ഐസ് വാട്ടർ കുടിക്കുന്നു. കുടിച്ചോ കുടിച്ചോ. ഇത്രയും നാളും കൊടുത്ത ശാപ്പാടിൽ ശരീരം വളർന്നല്ലോ. കൗൺസിലറാകാൻ നിങ്ങൾ സമ്മതിക്കും തോന്നുന്നില്ല. അങ്ങോട്ടൊന്ന് നോക്കടോ, എത്ര തേജസ്സുള്ള മുഖമാണെന്ന്. രാജകലയാണ്. ഇതെല്ലാം ജനിക്കുമ്പോഴേ വരണം. എന്തിനാ കാറുന്നേ? വന്നവൻ ആരാന്ന് പോലും അറിയില്ല. അവൻ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ചേച്ചിയാണ് കേട്ടോണ്ടിരിക്കുന്നു. അവൻ പറഞ്ഞത് കേട്ട് രാജകുടുംബത്തിൽ ജനിച്ചതുപോലെയുള്ള റിയാക്ഷൻ. കുറച്ചു നേരം മിണ്ടാതിരി. എന്താ നടക്കുന്നത് നോക്കാലോ. നമസ്കാരം ചേച്ചി. ആരാ നീ? ചേച്ചി കാരാപ്പുഴയാണോ? ഞാൻ ചോദിച്ചതിന് മറുപടി പറയടാ. ഇന്ന് വെറും തറയാ ഞാൻ, നാളെ രമണി ചേച്ചിയുടെ PA ആണ്. നീ ആരാന്നാ ഞാൻ ചോദിച്ചേ? എടാ ഇങ്ങോട്ട് വാ. എടാ ഇങ്ങോട്ട് വാ, നീ പേടിക്കാതെ വാ. ഇവന്റെ വണ്ടിയുടെ പൈസ അടയ്ക്കാൻ വേണ്ടി വന്നാ. നീ പേടിക്കാതെ പറയാനുള്ള കാര്യം പറയും. കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ. ഇതെന്താ കോഴിയെ കൊല്ലുന്ന പോലെ ഈസിക്ക് അങ്ങ് പറയുന്നത്? ഇവന്റെ വർത്താനം നിങ്ങൾ ആരും എടാ നീ ഒന്ന് പേടിക്കാതിരിക്കെ. ചേച്ചി, ഞാൻ പറയാനുള്ള കാര്യം പറയാം. ഇഡലിക്കടയിൽ തുടങ്ങിയ ചേച്ചി ഇത്രയും ദൂരത്തെത്തി. ഇവിടുന്ന് എന്തുകൊണ്ട് ഉയർന്നുകൂടാ? ആരാ ചന്ദ്രൻ? അവനെല്ലാം ആകാമെങ്കിൽ ചേച്ചിക്ക് ആയിക്കൂടെ? ചേച്ചി, നമ്മുടെ നാട്ടിൽ ചേച്ചിക്ക് നല്ല പേരുണ്ട്. പക്ഷെ പേര് മാത്രം പോരാ, പവറും വേണം, അധികാരം വേണം. 4 പേര് നമ്മുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കണമെന്ന് ആഗ്രഹിക്കണം. ചിലർക്ക് മാത്രമേ ഇതൊക്കെ കിട്ടൂ. ചേച്ചിക്കതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. 1 മാസം എത്ര കൈക്കൂലി കൊടുക്കും ചേച്ചി? 1 ലക്ഷം രൂപ വരുമോ? എനിക്ക് 2 ലക്ഷം രൂപ ഞാൻ കൗൺസിലറാക്കി കാണിച്ചു തരാം. ചേച്ചിയുടെ പൈസ വെറുതെ കളയാൻ വേണ്ടിയാ ചെലവാക്കി തോറ്റുപോയാ കഴുത്തർത്ത് ഞാൻ ചാകാം. ജയിച്ച നിന്നെ കൊല്ലട്ടെ ഞാൻ. എന്നെ വിശ്വസിക്കണം. എനിക്കാവശ്യം നിങ്ങളുടെ പണമല്ല. എന്തോ ചേച്ചിയെ കണ്ടപ്പോ പറയാൻ തോന്നി, പറഞ്ഞേ ഉള്ളൂ. എടാ അയ്യപ്പ, വാ പോകാം. നിക്കവിടെ. കടുവാക്കുളത്ത് എവിടെയാ? താഴത്തങ്ങാടി ചേച്ചി. സംസാരം കൊള്ളാം. താങ്ക് യു ചേച്ചി. നമ്മുടെ നാടല്ലേ. എന്തായാലും കാലത്ത് വാ. ആയിക്കോട്ടെ ചേച്ചി. കമലെ, കമലെ, അവിടെ നിന്നേ. ഓട്ടോ ഡ്യൂവിന്റെ കാര്യം പറയാൻ വന്നിട്ട് ആ പെണ്ണുമ്പിളെ രാഷ്ട്രീയത്തിലേക്ക് ഇറക്കുന്ന കാര്യമാണ് പറഞ്ഞത്. അറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കുക. നിനക്കാണ് 1 ലോഡ് പ്രശ്നങ്ങളുള്ളത്. നീ എന്തിനാ മറ്റുള്ളവരുടെ പ്രശ്നത്തിൽ തലയിടുന്നത്? എടാ അയ്യപ്പ, നീ പറയുന്ന പോലെ എനിക്ക് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് പരിഹരിക്കാൻ ആളില്ല. അവൻ നമുക്ക് നന്മ ചെയ്യൂ, ഇവൻ നന്മ ചെയ്യുമെന്ന് നമ്മൾ കുറെ പേരെ വിശ്വസിച്ചു. പക്ഷെ എല്ലാവരും അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ നമ്മളെ മറക്കും. അതുകൊണ്ട് അവര് നമ്മളെ മറക്കാത്ത പോലെ എന്തെങ്കിലും ചെയ്താ? കെട്ടഴിക്കുന്ന ഒരു രസമാണെങ്കിൽ അഴിക്കാൻ പറ്റാത്ത കെട്ടിടുന്നത് അതിനേക്കാളും രസമാ. നീ എന്താണ് ഈ പറഞ്ഞു വരുന്നത്? മനസ്സിലായില്ലല്ലേ? നിനക്ക് മനസ്സിലാവില്ല. മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലാകും.
ഇത് കേട്ടോ, ഈ തെരഞ്ഞെടുപ്പ് എന്റെ പ്രസ്റ്റീജിന്റെ പ്രശ്നമാ. ചുമ്മാ അലമ്പ് കാണിച്ച എല്ലാത്തിനെയും കൊന്നുകളയും ഞാൻ. എന്താ ഈ ഇലക്ഷനിലെങ്കിലും എന്നെ മന്ത്രിയാക്കിക്കൂടെ? ആക്കാവല്ലോ. എന്തോന്ന്? എടി പെണ്ണേ, ഇത് കോർപ്പറേഷൻ ഇലക്ഷനാ. എടോ, ഈ ഇലക്ഷന് നിന്നാ ജയിക്കുന്ന വാർഡ് ഏതാ? 125. എടി പെണ്ണേ, 125 വാർഡിന് നീ കൗൺസിലറായിട്ട് നിൽക്ക്. നിങ്ങൾ CM ആകും, ഞാനാണെങ്കിൽ കൗൺസിലറും. അയ്യോ, ഇവളെന്താ നമ്മള് വെച്ചത് തന്നെയല്ലേ. നിങ്ങൾ നോക്ക്, കൗൺസിലറായ മാത്രമേ മേയറാകാൻ പറ്റൂ. ഞാൻ മേയറോ? മേയർ വസുന്ധര, മേയർ വസുന്ധര. ഈ ജില്ലയുടെ മേയർ നീയായ എന്തൊക്കെ സംഭവിക്കുന്നു ദൈവത്തിന് മാത്രമേ അറിയൂ. വിജയം നമുക്ക്. പോയിട്ട് വാ. അയ്യോ, ഇവിടെ ഒരു ഒപ്പിട്ടേക്ക്. നമസ്കാരം. ഡെപ്പോസിറ്റ് അവർ വാങ്ങൂ. ഇവിടെ ആകെ മൊത്തം 25 ഡിവിഷൻ, 10 മണ്ഡലം, 132 വാർഡ്. നമ്മൾ നിൽക്കുന്നത് 125ാമത്തെ വാർഡ്. അവിടെ മൊത്തം 915 ഏരിയ ഉണ്ട്. ഒരേരിയയിൽ 90 വീടുണ്ട്. ഒരു വീട്ടിൽ 5 പേരെ കണക്ക് കൂട്ടിക്കും. മൊത്തം കൂട്ടിയ 2,76,000. അതിൽ വോട്ട് ചെയ്യുന്ന ആളുകൾ, അതായത് 18 വയസ്സിന് മുകളിലുള്ളവർ 1,88,899 പേര്. അതിൽ ആണുങ്ങൾ 96,034 പേര്, പെണ്ണുങ്ങൾ 82,433. ആരെ എവിടെ തട്ടി വോട്ട് മണിക്കണമെന്ന് നമുക്കറിയത്തില്ലേ. നീ വാടാ, ഞാൻ നോക്കിയോളാം. ഇവനെന്താടാ ഇവിടെ? അവനല്ലേ രമണിയുടെ കയ്യ്. ഇവൻ വലിയൊരു പുലിയാണ്. അവന്റെ മേലൊരു കണ്ണിരിക്കണം. അതെ, ഒരു ദിവസം കൊണ്ട് എങ്ങനെ രാഷ്ട്രീയത്തിൽ പുലിയായത്? അതൊന്നും ചോദിക്കരുത്, വെറുതെ അടിച്ചു വിട്ടെന്നേ ഉള്ളൂ. സംശയം ഉണ്ടെങ്കിൽ എണ്ണി നോക്കാൻ പറ. എന്താ വെറുതെ അടിച്ചു വിട്ടെന്നോ? നാട്ടുകാരുടെ പലിശക്കാശ് കൊണ്ട് ജീവിക്കുന്ന രമണി ചേച്ചിയെ ഒടുവിൽ നാട്ടുകാരുടെ മുന്നിൽ തെണ്ടിക്കേണ്ടി വരത്തരുത് കേട്ടോ. മക്കളെ, എന്നെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ഒരു പക്ഷെ ഞാൻ ഈ ഇലക്ഷനിൽ തോറ്റെന്ന് വെച്ചോ. ജയിക്കും ചേച്ചി. ഒരു ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞതല്ലേ. എന്താ എടാ, നീ എവിടെ പോവാ? ചേച്ചി, നമ്മൾ ഉറപ്പായിട്ടും ജയിക്കും. നമ്മൾ തോറ്റു പോവോ മുടക്കിയ കാശ് പോവെന്ന് പേടിയുണ്ടെങ്കിൽ ഇതാ ഇത് വെച്ചു. ഇത് എന്റെ ഓട്ടോടെ താക്കോലാ. ആരുടെ ആണെങ്കിലും എന്താ അയ്യപ്പാ, ഉപകരിക്കാത്ത സാധനം ഉണ്ടെങ്കിൽ എന്താ, പോയാലെന്താ. എനിക്ക് ഇലക്ഷന്റെ കാര്യങ്ങൾ നോക്കണം. ഞാൻ പോവാ. ചേച്ചി, അതെന്റെ ഓട്ടോ ചേച്ചി. അതൊക്കെ CC അടച്ചെടുത്തോ. ചേച്ചി 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 ചേച്ചി. നേതാവേ, ഇതിന്റെ പേരാണോ രാഷ്ട്രീയം? അതുകൊണ്ടാണോ വരാത്തെ? എന്താ അയ്യപ്പാ തനിച്ച് നടക്കുന്നത്? വാ, എന്റെ ഓട്ടോയെ പോവാം. നിന്റെ ഓട്ടോ അല്ലേ? ഞാൻ CC അടച്ച് സ്വന്തമാക്കട്ടെ എന്റെ ഓട്ടോ. നീ ബെറ്റ് വെച്ച് സ്വന്തമാക്കിയല്ലേ? എടാ അയ്യപ്പാ, എന്താണോ ഇന്ന് നിന്റേതായിരിക്കുന്നത്, നാളെ ഇത് വേറൊരുവന്റേതാണ്. അവന്റെ അമ്മൂമ്മയുടെ ഒരു പഴഞ്ഞൻ തത്വമായിട്ട് വന്നിരിക്കും. അയ്യപ്പാ, എന്റെ ഫ്രണ്ട് റോഡിൽ കൂടെ നടന്ന എനിക്കാ നടക്കട്ടെ. വന്ന് വണ്ടിയെ കയറടാ. വാ, ഇരിക്കടാ. അല്ല, എങ്ങോട്ടാ പോണ്ടേ? വീടി സ്വാമി ഒന്ന് കാണണം. നീ കുന്നംകുളത്തോട്ട് വണ്ടി വിട്ടെ. അയ്യപ്പാ, ഇന്ന് ക്രിക്കറ്റ് വൈകിട്ടല്ലേ? ഈ സമയത്ത് ഇവിടെ ഒരുത്തനെയും കാണുന്നില്ലല്ലോ. ഉച്ച സമയമല്ലേ, എല്ലാരും ക്രിക്കറ്റ് കളിക്കുമായിരിക്കും. ഇവിടെ നിർത്ത്, ഇവിടെ നിർത്ത്, ഇവിടെ നിർത്ത്. ഹര ഹര ഗുരുവേ. ആരാ ഈ പിച്ചക്കാരൻ? എടാ, അത് പിച്ചക്കാരനല്ല, സാമിയാ. നീ എന്തിനാ ഇവിടെ വന്നേ? ഒരുത്തിന് സന്തോഷത്തിന് നോ എൻട്രി എന്ന് ബോർഡ് വെച്ചാൽ ഒന്നുകിൽ വെള്ളം അടിക്കണം, അല്ലെങ്കിൽ സാമിയെ കാണണം. എന്റെ കയ്യിലാണെങ്കിൽ വെള്ളം അടിക്കാൻ കാശുമില്ല. അതുകൊണ്ടാ സാമിയെ തന്നെ കാണാന്ന് വെച്ചത്. ആ മന്ത്രം, ഈ മന്ത്രം, 64 മൂലമന്ത്രം, എല്ലാ മന്ത്രങ്ങളുടെയും സൂത്രകലയാണ് അവൻ. എന്ത് സൂത്രകലയാ സ്വാമി? എടാ വിഡ്ഢി, നിനക്കിതിനെ കുറിച്ച് അറിയില്ലേ? സാക്ഷാൽ ശിവഭഗവാനെ കുറിച്ചാടാ ഞാൻ പറഞ്ഞത്. കണ്ടോടാ, പവർ കണ്ടോ? എടാ മക്കളെ, ഈ മണ്ണും പെണ്ണും പറഞ്ഞ് പിന്നാലെ നടക്കുന്നുണ്ടല്ലോ. ഈ 2 സാധനത്തിന്റെയും പിന്നാലെ ചുറ്റി നടന്ന ശരീരമെല്ലാം പിണ്ണാകുമടാ പിണ്ണാക്കന്മാരെ. അയ്യപ്പാ, നിന്നോടാ പറയുന്നേ. ഒരു കാലഘട്ടത്തിൽ കൃഷ്ണൻ പുല്ലാങ്കുഴലൂതി പറഞ്ഞത് എന്താണെന്നറിയോ? നിങ്ങളുടെ മുന്നിലുള്ളവര് കറുപ്പാണോ വെളുപ്പാണോ എന്ന് നോക്കണ്ട, അവരുടെ മുഖം നല്ലതോ ചീത്തയോ എന്ന് ചിന്തിക്കണ്ട. നിന്റെ ജോലി നീ നോക്ക്, മറ്റുള്ളവരുടെ ജോലി അവര് നോക്കിക്കോളും. അല്ലല്ല, ആരെങ്കിലും ചിന്തിച്ചോ ഇത്? ഭഗവാൻ പറയുന്നത് എല്ലാത്തിനും ഒരു കാരണമുണ്ട്. നിങ്ങളെല്ലാവരും ഇപ്പൊ എന്റെ അടുത്തേക്ക് വന്നില്ലേ, അതിനും ഒരു കാരണമുണ്ട്. പൊയ്ക്കോളൂ, ചെല്ല് ചെല്ല്. സ്വാമിക്ക് വെറ്റിലെ പാക്ക് മാത്രം വെക്കരുത്. എന്നാ കുറച്ച് ചുണ്ണാമ്പൂടെ വെക്കട്ടെ. കാണിക്ക വെക്ക് ചേട്ടാ. കാണിക്കയോ? സ്വാമി, മനസ്സ് തെരതല്ലുന്ന കടല് പോലെ ഇങ്ങനെ ഓളം തല്ലിക്കൊണ്ട് തന്നെ ഇരിക്കുക. എന്റെ മനസ്സൊന്ന് ശാന്തമാകാൻ വല്ല ഏലസ് ഉണ്ടെങ്കിൽ താ. നിനക്ക് 1000 ഏലസ് കിട്ടിയാലും നടക്കൂല. നിന്റെ അടിത്തറകളായി നാശമായിക്കൊണ്ടിരിക്കും. നിന്റെ മരണം വരെ അത് കാല് ചുറ്റി തന്നെ കിടക്കും. ചെല്ല് ചെല്ല്, നിന്റെ കൂടെ തന്നെ വന്നു സ്വാമി. എന്താ ഇങ്ങനെ നോക്കുന്നേ? അല്ല, നിനക്കെന്താ പ്രശ്നം പറ. സ്വാമിക്ക് എന്താ പ്രശ്നമുള്ളേ?
എനിക്കൊരു പ്രശ്നവുമില്ലല്ലോ. ഈ പിച്ചക്കാരന്റെ കോലമൊന്നും ഒരു പ്രശ്നമല്ലേ ഇപ്പോ? സ്വാമി, ഞാൻ ഇവിടെ കുറെ സ്വാമിമാരുടെ പ്രസംഗം കേട്ടുള്ളതാ. നിങ്ങൾ നല്ല നല്ല കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷെ ആരെങ്കിലും നിങ്ങൾ പറയുന്നൊക്കെ കേൾക്കുന്നുണ്ടോ നോക്ക് സ്വാമി. അങ്ങോട്ട് നോക്കിയേ. കള്ളില്ലേ സ്വാമി എനിക്ക് മഞ്ഞ ചെറുടാ തന്നിരിക്കുന്നത്, എനിക്ക് ചുമന്ന ചെറുടാ തന്നത്. സ്വാമിയുടെ മഹിമ മുഴുവൻ വാക്കിലാണ്, കയറിലല്ലെന്ന് മനസ്സിലാക്കുന്നുണ്ടോ? കയറിന്റെ കളറിനെ കുറിച്ച് സംസാരിക്കും. എന്താണ് മക്കളെ നീ പറയുന്നേ? 1000 പേരെടുത്ത് പറഞ്ഞ അതിൽ 2 പേരുടെ മനസ്സിലെങ്കിലും പതിയും. ആവശ്യമില്ലാത്ത പറയാ സ്വാമി. 100 പേരോട് പറഞ്ഞ 1000 പേർക്കെങ്കിലും ചെന്ന് ചേരണം. അല്ല, അതെങ്ങനെ? മാർക്കറ്റിംഗ് സ്വാമി, മാർക്കറ്റിംഗ്. വെട്ടിത്തിളങ്ങുന്ന ചിപ്സ് പാക്കറ്റില് പാതി കാറ്റടിച്ചു കൊടുത്താലും വിശ്വസിച്ച് വാങ്ങുന്നില്ലേ? പാക്കേജിംഗ് സ്വാമി, പാക്കേജിംഗ്. അല്ല, ഇപ്പൊ അതിനെന്താ ചെയ്യണ്ടേ? ഞാൻ പറയുന്നത് പോലെയൊക്കെ ചെയ്യും. ഒരുപാട് സംസാരിക്കാതെ ഒരു ദിവസം ഒരാളോട് സംസാരിക്കാൻ. എന്താ ഈ പറയുന്നേ? ജയമേ ലയം. പോയിട്ട് വരട്ടെ. ഗുഡ് മോർണിംഗ് മാഡം. ആരാ നിങ്ങള്? ഡ്രൈവർ ജോലിക്ക് ആള് വേണമെന്ന് പറഞ്ഞ് പരസ്യം കൊടുത്തില്ലേ, അതിനായിട്ട് വന്നതാ. ഇതിനു മുമ്പ് എവിടെയാ ഓടിച്ചോണ്ടിരുന്നത്? റോഡിലാണ് ഓടിച്ചത്. Shut up. സോറി, ആരുടെ വീട്ടിലാണെന്നാ ചോദിച്ചത്? ഒരു ആംഗ്ലോണ്ടിന്റെ വീട്ടിലാണ് കാർ ഓടിച്ചത്. ഏതായി ചെറുക്കൻ? ഡ്രൈവർ ജോലി അന്വേഷിച്ച് വന്നതാ. നമസ്കാരം സാർ. നിന്റെ നോട്ടം അത്ര ശരിയല്ലല്ലോ. സാർ, ശരിയായ ആളാണെങ്കിൽ പെണ്ണിനെ അടിച്ചോണ്ട് പോകും സാറേ. കാണാൻ എന്നെപ്പോലെ പാവത്താനെ മാതിരി ഭവ്യമായിരുന്ന നിങ്ങളുടെ കാറ് മാത്രമേ ഓടിക്കൂ സാറേ. സംസാരവും ശരിയല്ല. ഒരാളെ വിശ്വസിച്ച് നടുറോഡിൽ ഇറങ്ങി മാഡം. ഭയങ്കര കഷ്ടതയിലാ മാഡം. കാർ ഓടിക്കുന്ന ജോലി തന്നില്ലെങ്കിലും സാരമില്ല മാഡം. കാക്കൈ ഓടിക്കുന്ന ജോലിയെങ്കിലും തരൂ മാഡം. മതി മതി, ഒറിജിനൽ ഡ്രൈവിംഗ് ലൈസൻസ് തന്നിട്ട് ജോലിക്ക് കയറിക്കോ. കമലേ, ഓട്ടോ ഡ്രൈവറായിരുന്നു എന്നെ കാർ ഡ്രൈവറാക്കി മാറ്റി. പിന്നെ ബസ് ഡ്രൈവർ, ട്രെയിൻ ഡ്രൈവർ, എയറോപ്ലെയിൻ ഡ്രൈവർ എന്നിങ്ങനെ ഡ്രൈവറിൽ പ്രൊമോഷൻ കിട്ടി തന്നെ പോണം. വാണി, കുറച്ച് പുറകോട്ട് വാ. നീ ഇവൻ എന്നാ ഇവിടെ ജോലിക്ക് ചേർന്നത്? ഓട്ടോ ഡ്രൈവർ ആയിരുന്നു ഞാൻ. ഇന്നിപ്പോ ഇത്രയും വലിയ കാറിന്റെ ഡ്രൈവർ ആയിരിക്കുന്നു. എന്റെ വളർച്ചയെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താ? ഓട്ടോ ഓടിച്ചാലും കാർ ഓടിച്ചാലും നിങ്ങളെ ഡ്രൈവർ തന്നെയാ. എടി, നാളെ ജീവിതം എന്ന വണ്ടിയിൽ നിന്നെ പോലെ ഒരുത്തി എടുത്തു വെച്ച് ഓടിക്കാൻ നല്ല ഡ്രൈവർ തന്നെ വേണ്ടേ? കേട്ടോ നിന്നെ. ഒരുപാട് നാണം കെടുത്തിയല്ലോ. പെട്രോൾ മോഷ്ടിച്ച് വലിയ പണക്കാരനാകാന്ന് കരുതിയപ്പോ ഇവന്മാർ ഇവിടുന്ന് വണ്ടി അനക്കുന്ന ലക്ഷണമില്ലല്ലോ. എനിക്ക് കാർ ഓടിക്കാനുള്ള ഭാഗ്യം കിട്ടുന്നില്ലല്ലോ. നമസ്കാരം. എന്താ? നിങ്ങളുടെ വോട്ട് രമണി ചേച്ചി തന്നെ ഇടണം കേട്ടോ, മറക്കരുത്. ഇന്ത്യക്ക് ഒടുക്കത്തെ ഒരു വോട്ട് ചോദ്യം. നാശം പിടിച്ച കഴുത്തിറക്കുന്ന പോലെ പലിശക്ക് കൊടുക്കുന്നത്. ഇവളൊക്കെ കൗൺസിലറായ നാട് കുട്ടിച്ചോറാവും. നീ വോട്ട് ചെയ്യോ? ഇവർക്ക് ആരെങ്കിലും വോട്ട് കൊടുക്കുവോ? നിങ്ങളുടെ പ്രശ്നങ്ങൾ തീരുവാൻ വോട്ട് ചെയ്യൂ ക്രിക്കറ്റ് ബാറ്റ്. എന്താ അർണോൾഡേ, തെരഞ്ഞെടുപ്പ് പരിപാടിയൊക്കെ തകർക്കുവാണല്ലോ. അടിച്ച് തകർക്കുവാണല്ലോ എന്ന്. ഉള്ളിൽ അതിനേക്കാളും നല്ല പോലെ പോകുന്നുണ്ട് മോനെ. അതല്ലേ സംഭവിക്കൂ. ഈ നാട്ടിൽ ഒരുത്തിനും അനുസരിക്കുന്നില്ല ചേച്ചി. ചേച്ചി, ഇങ്ങനെ പോവാണെങ്കിൽ നമുക്ക് ഒരു വോട്ട് പോലും എഴുതത്തില്ല. ചേച്ചി, ഉറപ്പായിട്ട് കമലഹാസൻ നമുക്ക് പണി തരുന്ന തോന്നുന്നു. എന്താ ചേട്ടാ ഇങ്ങനെ പറയുന്നേ? നന്നായിട്ടല്ലേ പോയിക്കൊണ്ടിരിക്കുന്നേ. നാട്ടിലുള്ളവർ പലതും വിളിച്ചു പറയും. അതെല്ലാം പോയി ചോദിക്കാൻ പറ്റുമോ? അവരെ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയും നാളും കത്തിയും തൂക്കി നടക്കുമല്ലായിരുന്നോ? ഇപ്പം വെറുതെ ഇരിക്കുകയല്ലേ. അതാ ആവശ്യമില്ലാത്തൊക്കെ പറയുന്നേ ഇവന്മാരെ. നിന്നെ ഞാൻ ഒന്ന് വേഗം വാ ചേച്ചി. വന്ന് നമ്മുടെ പിള്ളേരെ ഒന്ന് നോക്കിയേ. ആഹാ, ഇത് കൊള്ളാവല്ലോടാ തമ്പുരാനെ. ബാങ്കിൽ ജോലിക്ക് പോകുന്നവരെ പോലല്ലേ കണ്ണ് കിട്ടുമെന്നാ തോന്നുന്നേ. മക്കളെ, ഇപ്പഴേ ഞാൻ ജയിച്ച പോലെ തോന്നടാ. ആ, ഇനി ആ ചേച്ചി കളി മുഴുവൻ കിടക്കുന്നേ. പോകുന്ന വഴിക്ക് കറണ്ട് ബില്ല് അടയ്ക്കാനല്ലേ പറഞ്ഞോളൂ. അതിന് നീ നിന്റെ പിള്ളേര് ചാവാനല്ലേ അങ്ങനെ പറഞ്ഞത്? എന്തിനാ ചേച്ചി ഇങ്ങനെ കരയുന്നത്? കറണ്ട് ബില്ലല്ലേ, ഞങ്ങൾ അടച്ചോളാം. ഞങ്ങളുണ്ട്. ചെറുപ്പത്തിൽ പോലും റേഷൻ കടയിൽ പോയിട്ടില്ല. എന്നാ ഈ പ്രായത്തിൽ ഇപ്പൊ റേഷൻ കടയിലും കയറി. കത്തി പിടിച്ച കൈകൊണ്ട് ക്യാൻ എടുക്കേണ്ടി വന്നു. കന്യാകുമാരി തൊട്ട് കാസർഗോഡ് വരെ വീണ്ടും പാലമാണോ നേതാവേ? പാലം പണിത ജനങ്ങള് ഏതു പാലം, എന്ത് പാലം, എപ്പ തീരുമെന്നൊന്നും ചോദിക്കില്ല. നമുക്ക് കാശെടുത്ത് മറിക്കാം. ഇതില് പലരുടെയും സ്ഥലം പോകത്തില്ലേ? ആരുടെ സ്ഥലം പോയാ എനിക്കെന്താടാ? എനിക്ക് കാശാ വലുത്. What's the problem? What he says? Our CM is for the people. Hey, no. Not other people. For me, my family. Take all in the UAIDs.
വാട്ട് കമ്മീഷൻ ടെൽ മീ. നിങ്ങൾ ഇവിടെ ജോളിയായിട്ട് മീറ്റിംഗ് കൂടിക്കൊണ്ടിരുന്നു. അവിടെ കുറേമാര് ചോദ്യം ചെയ്തതിന് വലക്കായിരുന്നു, അറിയാമോ? എന്താ പെണ്ണ്, നീ അടുത്ത മേയറല്ല ഇങ്ങനെ ദേഷ്യപ്പെടാതെ. ഇത് കണ്ടോ, നിനക്ക് വേണ്ടിയാണ് ഈ പാലം കിട്ടുന്നത്. ഓക്കെ സാർ, ഈ കമ്മീഷൻ. നിങ്ങൾ ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കും. അവിടെ ഒരു ഡെപ്പോസിറ്റും കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല. ഓ 1 മിനിറ്റ്. ആരാടോ അത്? അതൊരു ഡെമ്മി കാൻഡിഡേറ്റ്. എന്താ ജോലി? ഇഡ്ഡലി കച്ചവട. ഇഡലി? ദാറ്റ് ഇസ് എ പാർലമെന്റിലെ ഇഡലി കാൻഡിഡേറ്റ്. എടോ, അവരോട് എന്താ വിലയെന്ന് ചോദിച്ച് കാശ് കൊടുത്തേക്ക് നോമിനേഷൻ വാങ്ങാൻ. അത് കൊള്ളാം. കാശ് കൊടുത്ത അയാള് പിന്മാറുവോ? പെണ്ണേ, കാശിന് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നു. ഇതുകൂടെ ചെയ്യല്ലേ? പറഞ്ഞയക്കടോ. പറഞ്ഞ പോലെ ചെയ്യാം. കമലെ, നീ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയിപ്പോയി. കണ്ടവന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച് വാപ്പസ് മേടിക്കാൻ പോയി. അതേ മോനെ, എന്തൊക്കെയോ പറഞ്ഞ് രമണി ചേച്ചിയുടെ മനസ്സ് മാറ്റി നീ വേഗം പോ. മക്കളെ, എടാ എങ്ങോട്ടാ ചേച്ചി പോകുന്നത്? നമുക്ക് 50,000 രൂപയിലെ ചെലവായുള്ളൂ. പിൻവലിച്ച 5 ലക്ഷം തരാമെന്ന് പറയുന്നടാ. ചേച്ചിക്ക് വട്ടായോ? എന്താ അവൻ 5 ലക്ഷം രൂപ തരുമെങ്കിൽ അവൻ എത്ര സമ്പാദിക്കുന്നു ആലോചിക്കുക. 5 10 വാങ്ങിട്ട് പൊക്കോടാ. ഇടയ്ക്ക് കയറി സംസാരിക്കാന്ന് പോടാ. ദേവി ഏത് ആലോചിക്കുക ചേച്ചി. വീണ്ടും അവന്റെ മുമ്പിൽ കൈയിട്ട് നിൽക്കണോ അത് അവൻ ചേച്ചിയുടെ മുമ്പിൽ കൈയിട്ട് നിൽക്കണോ? എന്താടാ ശ്രീദേവി പെണ്ണ് കാണാൻ വന്നോ? പോയി തൊലയാൻ പറ. എനിക്കത് മുഖ്യമല്ല. ചേച്ചി എനിക്ക് കൗൺസിലറാക്കണം. അവൻ എന്തുകൊണ്ടാ ചേച്ചിക്ക് പൈസ തരാമെന്ന് പറഞ്ഞറിയോ? ചേച്ചി ജയിക്കുമെന്ന് പേടിക്കുന്നവൻ. പറയുന്ന കേൾക്ക് ചേച്ചി. നീ പറ, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്? ധോണി, ബാറ്റ് എന്ന രമണി ചേച്ചി. ബാറ്റ് ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ പിള്ളേരെ പൊക്കോ പൊക്കോ. ചേച്ചി, കുട്ടികൾക്ക് എല്ലാവരും ബാറ്റും ബോളും വാങ്ങിച്ചു കൊടുത്തേക്ക്. എന്താടാ മോനെ ഇത്? ഓട്ടിന് കാശ് കൊടുത്താ ഓട്ടിട്ടേച്ച് പോവും. ബാറ്റും പന്തും ഒക്കെ വാങ്ങിച്ചു കൊടുത്താ എന്താ പ്രയോജനം? പറയുന്ന ചെയ്യ് ചേച്ചി. 23-ാം തീയതി അല്ലേ മോനെ തെരഞ്ഞെടുപ്പ്? അപ്പൊ 23-ാം തീയതി കുട്ടികൾക്ക് ഒരു ക്രിക്കറ്റ് മാച്ച് നടത്തിയേക്കാന്നേ. എന്താടാ അവള് നോമിനേഷൻ വാങ്ങാഞ്ഞത്? ജയിക്കുമെന്നറിഞ്ഞ ആരെങ്കിലും നോമിനേഷൻ പിൻവലിക്കോ? അവളൊരു വിവരമില്ലാത്തവളെ നേതാവേ. അവൾക്ക് ഒപ്പിടാൻ അറിയില്ലായിരിക്കും, പക്ഷെ അവളുടെ കൂടെ ഒരുത്തൻ നടപ്പുണ്ടല്ലോ. ആരടാ അത്? അവനൊരു വികടന നേതാവേ. ആ വികടൻ നാട്ടുകാർക്ക് വേണ്ടി എന്താ ചെയ്തത്? അവൻ പിള്ളേർക്കൊക്കെ ബാറ്റും ബോളും കൊടുത്ത് ഇപ്പൊ വോട്ട് പിടിക്കുക. എന്താ പറഞ്ഞ? അതെന്നെ, ബാറ്റും ബോളും കൊടുക്കുന്നോ? കൊടുക്കാൻ പറ. പിള്ളേര് കളിക്കട്ടെ. അത് കണ്ട് രസിക്കാൻ ഓരോ വീട്ടിലും TV കൊടുക്ക്. വോട്ട് ഇവിടെ മറിഞ്ഞോളും. ഇതുവല്ല നടക്കൂ. അങ്ങനെ നിനക്കൊരു TV കിട്ടി. ഇവിടെ തോക്കം പിടിച്ചോണ്ട് നിന്നോ. എന്തിനാ പതുക്കെ വരുന്നത്? ഇങ്ങോട്ട് കൊണ്ടുപോവാ. രമണി ചേച്ചി തെരഞ്ഞെടുപ്പ് നിൽക്കുന്നതുകൊണ്ട് ജനങ്ങൾക്കെല്ലാം സന്തോഷമാണല്ലേ? ജനങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയത്തില്ല, പക്ഷെ പശുക്കളൊക്കെ നല്ല സന്തോഷത്തിലാണെന്നാ തോന്നുന്നത്. എന്താ അല്ലാതെ പിന്നെ രമണി ചേച്ചിയുടെ പോസ്റ്ററെല്ലാം പശുക്കൾ കടിച്ചു പറിച്ചിരുന്ന് കണ്ടായിരുന്നു. വെറുതെ പ്രാന്തിയ സീറ്റിന് വേണ്ടി പിടിച്ചു നിർത്തിയിട്ട് എന്റെ സാറേ ഞങ്ങൾ എന്നെ ചെയ്യാൻ ഞങ്ങളുടെ ആവശ്യങ്ങളൊന്നും നടത്തണ്ടേ? ഒരിക്കലും ഒരുത്തിനും ഇല്ലത്തടത്ത് നടന്ന് ഇത്ര കൂട്ടം. എതിർ കക്ഷിക്കാർ വല്ല മീറ്റിംഗും വെച്ചോ? എന്ത് പറ്റി? ഇവിടെ ഭയങ്കര ചെക്കിംഗ് ആണെന്നാ തോന്നുന്നത്. ഇവന്മാർക്ക് വേറെ ജോലിയൊന്നുമില്ല. ചേച്ചി അധികാരത്തിൽ വന്ന് ഇവന്മാരെ ആദ്യം ഓടിക്കണം. എടോ, എന്തൊരു വർത്തമാനായി പറയുന്നത്? ഈരിനെ പേനാക്കി പേരിനെ പെരുമാളാക്കി പെരുമാളിനെ പിച്ചെടുക്കാൻ പറ്റുമല്ലോ നിങ്ങൾ. ഇതിലെ അങ്ങോട്ട് പോണം സാറേ. അവിടെ ആശ്രമത്തിൽ വലിയ തിരക്കായി, അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇതിലേ പോ. ആശ്രമമോ? ബീഡിസ്വാമിയെ ഇനി എങ്ങാനും ശങ്കരമഠത്തിൽ ചേർത്തോ? അറിയത്തില്ല, വാ നോക്കാം. സ്വാമികളുടെ മുന്നിൽ സാധാരണ കാണിക്കപ്പെട്ടിയാണുള്ളത്. ഇവിടെ മുഴുവൻ ബൈക്കാണല്ലോ ഉള്ളത്. ഇനി CC കാരെങ്ങാനും പൊക്കിയതാണോ? എന്താടാ നിന്റെ വായ നല്ലൊന്നും വരത്തില്ല ഒരിക്കലും. പിന്നെ എങ്ങനെ ഇത്രയും വണ്ടി? എടാ ഇത് പാർക്കിംഗ് ആണ്. പാർക്കിങ്ങോ? ഇത്രയും വണ്ടിയോ? അല്ല, ഈ മരത്തെ എന്താ എല്ലാരും ചുറ്റിക്കൊണ്ടിരിക്കുന്നത്? ഇത് മുക്തിവൃക്ഷം. ബുദ്ധന് ബോധിമരം പോലെ നമ്മുടെ സ്വാമിജിക്ക് ഇത് നെല്ലിമരം. ഈ മരത്തിന്റെ ചുവട്ടിലിരുന്ന് ധ്യാനം ചെയ്യുമ്പോഴാണ് സ്വാമിജിക്ക് ബോധോദയം ഉണ്ടായത്. അവരെ മനസ്സിൽ ധ്യാനിച്ച് ഈ നെല്ലിമരത്തെ ചുറ്റി വന്നാൽ നമ്മളെ ബാധിച്ചിരിക്കുന്ന അസുഖങ്ങളും ദുഃഖങ്ങളും എല്ലാം അങ്ങ് ദൂരേക്ക് പറന്നു പോകും. ജയമേലയം ലയമേ ജയം. എന്റെ പൊന്നെ, ഈ തുരുമ്പ് പിടിച്ച തലയൻ പച്ച കള്ളമാണോ പറഞ്ഞു പോയത്? ഈ നിൽക്കുന്നത് പുളിമരമല്ലേ? ഇതെന്താ അതെന്താന്നൊന്നും ചോദിക്കാൻ പാടില്ല. എന്താ നോക്കാം. ഈടോ മേലിലോട്ട് നോക്ക്, മുഴുവൻ പുളിക്കായല്ലേ? അത് ഭക്തിക്കായ. വാ. ജയമേ ലയം ലയമേ ജയം ജയമേ ലയം.
അവര് പോലും ഓവറാവുന്നില്ല. നീ അവരെക്കാളും ഓവറാൻ നോക്കുവാണോ? എന്തിനാ ജയലയെന്ന് കൂപ്പിക്കൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരു കിട്ട് ബീഡി വാങ്ങിച്ചു കൊടുക്കാൻ പോലും ആളില്ലായിരുന്നു. ഇപ്പൊ എവിടെ നിന്ന് ഇത്ര ആള്? പറഞ്ഞു കേട്ടില്ല, അയാൾ സാധാരണ സ്വാമിയല്ലെന്ന്, സ്പെഷ്യൽ സ്വാമിയാണെന്ന്. എന്നതാടാ ഇവിടെ നടക്കുന്നത്? അല്ല, സ്വാമി ആരെയാ നോക്കുന്നത്? എടാ കമലേ, സ്വാമിയുടെ നോട്ടം നിന്നെ തന്നെയാണല്ലോ. അതെ, നിന്നെ വിളിക്കുന്ന കണ്ടില്ലേ? ചെന്ന് കാണ്. പോയി കാണടാ, പെട്ടെന്ന് പോടാ. ചെല്ല്. ജെയ്മി, ലേമി, ജെയ്മിയില്ലേ? സ്വാമി അനിയ, എല്ലാം റെഡിയായിട്ടുണ്ട്. റെഡി ആയല്ലേ? മുമ്പൊക്കെ ഞാൻ എന്ത് സംസാരിക്കും, ഒരുത്തിനും ഒന്നും പറയില്ല. ഇപ്പൊ ഞാൻ സംസാരിക്കാതെ വെറുതെ ഇരുന്നപ്പോ എന്തെങ്കിലും പറയണമെന്ന് പറഞ്ഞ ദേ നോക്ക്, കളക്ടറും മേയറും ഒക്കെ കാലത്ത് മുതൽ ഒന്ന് കാത്തിരിക്കുക. നിനക്ക് ഈ ഐഡിയ എവിടെ നടാ കിട്ടിയത്? അത് വേറൊന്നുമല്ല സ്വാമി, നമ്മളൊരു പെണ്ണിന്റെ പുറകെ നടക്കുമെന്ന് വെച്ചോ, എപ്പ സംസാരിക്കും നമ്മൾ കാത്തിരിക്കും. അവളെ കല്യാണം കഴിച്ച് വീട്ടിൽ വെച്ചോണ്ടല്ലോ, എന്താ വളവളാന്ന് സംസാരിക്കുന്നേ, ഒന്നും മിണ്ടാതിരിക്കില്ലേന്ന് ഓർക്കും. സ്വാമി ഇത്രനോളം സംസാരിച്ചോണ്ടിരിക്കുമല്ലായിരുന്നു, അതാ പണ്ട് ഞാൻ തിരിച്ചു വിട്ടത്. അതൊക്കെ വിട്ടേക്ക്. വരുന്നതിന് മുമ്പ് എന്നെ ബീഡി സ്വാമി എന്നാ വിളിച്ചിരുന്നേ, ഇപ്പൊ സാക്ഷാൽ സ്വാമി എന്നാ പറയുന്നേ. ഇപ്പൊ 5000 10,000 ഒക്കെ ആയി കാണിക്കുക. സ്വാമി 5000 10,000 ഒന്നും എമൗണ്ട് അല്ല, അതെല്ലാം എടുത്തു വെക്ക്. എന്താ ചെയ്യേണ്ടത് ഞാൻ പറയാം. അതെന്താണ്? കണ്ണടയ്ക്ക്. സ്വാമിയെ, ദൈവമേ, നല്ല കാര്യമാണ് പറഞ്ഞു തന്നത്. എന്താടാ ലോഡ് വണ്ടി പുറകോട്ട് വരുന്നവരെ വന്നത്? അതൊക്കെ പെട്ട സ്വാമി എന്താ പറഞ്ഞത്? എല്ലാം റെഡിയായടാ. എന്ത് റെഡിയായെന്ന്? കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ പുള്ളി വെറുതെ സംസാരിച്ചോണ്ടിരിക്കുമല്ലായിരുന്നോ, ഒരുപാട് സംസാരിക്കാതെ ഒരു ദിവസം ഒരാളോട് സംസാരിക്കാൻ ഞാൻ പറഞ്ഞു, അത് ഓക്കെ ആയി. എന്തോ ഓക്കെ ആയിരുന്നോ? ഇതെന്താ വട്ടായോ? മുമ്പൊക്കെ ഒരുത്തനും ഇയാളോട് സംസാരിക്കില്ലായിരുന്നു, ഇപ്പൊ ഇയാളോട് സംസാരിക്കാൻ വേണ്ടി ക്യൂ നിൽക്കും ആൾക്കാർ. ഇതിനെല്ലാം കാരണം താനാണോ? സ്വാമി എന്താ പറഞ്ഞേ? സ്വാമി എന്താണോ പറഞ്ഞത്? അതെ, ഇവരോടൊക്കെ എന്ത് സമാധാനം പറയാൻ പോകുന്നേ? ഇനി വരാൻ പോകുന്ന ഇലക്ഷനില് 125ാമത്തെ ഡിവിഷനില് നമ്മുടെ രമണി ചേച്ചിയെ ജയിക്കാൻ പോകുന്നതെന്ന് ആ സ്വാമി തന്നെ പറഞ്ഞു. ജയമേലേ, എന്താടാ രമണി ചേച്ചിക്ക് സ്വാമി ഫേഷ്യൽ ചെയ്ത് കൊടുക്കുവാണോ? നല്ല വെളിച്ചമുണ്ടല്ലോ. അത് വെളിച്ചൊന്നുമല്ല, ഓട്ട. ഇനി നടക്കാൻ പോകുന്ന എന്താ നോക്കിയോ. സ്വാമി കയ്യിൽ നിന്നും ഭസ്മം എടുത്തു, വായ്ക്കുള്ളിൽ നിന്നും ശിവലിംഗം എടുത്തു. അതുകൊണ്ട് ഇവര് പറഞ്ഞ ജനങ്ങൾ വോട്ടിടുമെന്നാണോ? കക്കൂസ് ബ്ലോക്ക് ആയതുകൊണ്ട് കോർപ്പറേഷനിൽ കംപ്ലൈന്റ് കൊടുത്താൽ കമ്മീഷണർ വന്ന് വാരുപോയത്. എന്നെ പോലെ ഒരുത്തനുണ്ടേ ഇതൊക്കെ നടക്കും. സ്വാമി പറഞ്ഞു നല്ലത് ഏതാന്ന്. സൗകര്യം ഉണ്ടേ കേക്ക്, ഇല്ലേ ഇതൊക്കെ നാറി കിടക്കട്ടെ. ഇപ്പോഴത്തെ പെണ്ണുങ്ങളൊക്കെ അമ്മമാര് പറയുന്നത് കേൾക്കുന്നുണ്ടോ ഇല്ലയോ, സ്വാമികൾ പറയുന്നത് കേൾക്കും. അച്ഛൻ എവിടെ പോവാ? ഒരു വഴിക്ക് പോകുമ്പോ വോട്ട് ചെയ്യാൻ പോവാ. ആർക്കാ വോട്ട് ചെയ്യുന്നേ? ആർക്ക് ചെയ്താ നിനക്കെന്താ? ആർക്കാ ചെയ്യണ്ടേ? രമണി ചേച്ചിക്ക് ചെയ്യേ. അതെന്തിനാ? എനിക്ക് ഇതുവരെ ഒരു കീറിയ ബോളെങ്കിലും വാങ്ങിച്ചു തന്നിട്ടുണ്ടോ? രമണി ചേച്ചി വാങ്ങിച്ചു തന്നതാ, പുതിയ പാഡ്, പുതിയ ബോള്, പുതിയ ബാറ്റ്, പുതിയ ഗ്ലൗസ്. അതുകൊണ്ട് അവർക്ക് ചെയ്യേ. ചെയ്തില്ലെങ്കിലോ? ഞാനൊന്നും ചെയ്യൂല. അച്ഛൻ രാത്രി കടന്നുറങ്ങുമ്പോ ബാറ്റ് വെച്ച് തല അടിച്ചു പൊട്ടിക്കും. ഇതാണോടെ പിള്ളേരുടെ ലക്ഷണം? അവൻ പറഞ്ഞതിൽ ഇപ്പൊ എന്ത് തെറ്റാ ഉള്ളേ? പാവം ആ പിള്ളേര് റേഷൻ കടയ്ക്ക് ഓടുന്നു, കറണ്ട് ബില്ല് അടയ്ക്കുന്നു. പാവം ആ പിള്ളേര് ഓടി ഓടി കഷ്ടപ്പെടുകയാ. ഒരു വോട്ടിന്റെ കാര്യല്ലേ ഉള്ളൂ, പോയി ചെയ്തിട്ട് വന്നേ. എങ്ങനെയാണോ തോറ്റത്? ഞാൻ ആദ്യം മുതൽ അവളെ കുറിച്ച് നിങ്ങളോടൊക്കെ പറഞ്ഞതല്ലേ? ഞാൻ പറഞ്ഞിട്ട് ആരെങ്കിലും കേട്ടോ? കേവലം ഒരു ഇഡ്ഡലി കച്ചവടക്കാരിയുടെ അടുത്താ ഞാൻ തോറ്റുപോയത്. എങ്ങനെ ഇത് സംഭവിച്ചത്? ആരാവൻ? അവള് ജയിച്ചതല്ല, അവനാ അവളെ ജയിപ്പിച്ചേ. ഒക്കെ നമുക്ക് അറിയാവുന്ന പയ്യനാ. കാരപ്പുഴയിൽ മാഡത്തിന്റെ പേരിൽ ഒരു കോൺട്രാക്ട് എടുത്തിരുന്നില്ലേ, അതിൽ അവന്റെ വീട് പോകുന്നു പറഞ്ഞ് നമ്മുടെ കാലയിൽ വന്ന് വീണു, കരഞ്ഞു. പക്ഷെ നമ്മൾ എന്താ ചെയ്തത്? അവന്റെ കുത്തിന് പിടിച്ച് പുറത്തു തള്ളി. അവനാണിപ്പോ. ഓ, ഞാൻ അവനെ അപമാനപ്പെടുത്തിയത് കൊണ്ട് എനിക്കെതിരായിട്ട് നിൽക്കുന്നല്ലേ? വരാൻ പറയാം അവനോട്. ശരി. ആരടാ കണ്ണൻ? ഇവിടെയുണ്ട് നേതാവേ. അതാ ഇവൻ തന്നെ. നമസ്കാരം സാറേ. ആരടാ നീ? നിന്നെ കണ്ട ഒരു ഓർമ്മയില്ലല്ലോ എനിക്ക്. എങ്ങനെ ഓർമ്മ വരും സാറേ? വോട്ട് ചെയ്ത് കഴിഞ്ഞ എല്ലാവരുടെയും മുഖം മറക്കില്ലേ? ദേഷ്യപ്പെടല്ലേ മോനെ? എന്തുവാ നീ ആരടുത്ത് എന്തോ പറയുന്നത് നിനക്കറിയോ? ഞാനതിന് എന്താ തെറ്റായിട്ട് പറഞ്ഞു? ഒന്നും ചെയ്യാൻ പറ്റാത്തവൻ എന്തോ ചെയ്തപ്പോഴല്ലേ ഓർമ്മ വരുന്നത്. ഞാൻ എൻ്റെ വീടിന് വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക.
ഇപ്പൊ എന്തിനാ വരാൻ പറഞ്ഞ? എടാ ആരോടാ നീ? നിക്കടാ, നിന്നെ ഇവിടെ ഞണ്ണാൻ വിളിച്ചതല്ല. എന്താ എനിക്കെതിരായി പാർട്ടി ഉണ്ടാക്കുക? വോട്ട് ചെയ്ത് നീ പറയുന്നുണ്ടല്ലോ. വോട്ട് ചെയ്ത നിന്റെ ഫോട്ടോ വീട്ടിൽ വെക്കണോ? ചുമ്മാതല്ലോ, കാശ് മേടിച്ചിട്ടല്ലേ. എന്നോട് സംസാരിക്കാൻ ഒരു യോഗ്യതയില്ല. എടാ, 5 വർഷം കൊണ്ട് ഉണ്ടാക്കേണ്ടതല്ല ഉണ്ടാക്കിയടാ ഞാൻ. നിന്റെ ചെറിയ വീടിന് വേണ്ടി നീ കുറെ കടന്ന് ചാടുന്നുണ്ടല്ലോ. ഈ നിലയിലെത്താൻ എത്ര ഞാൻ ചെലവാക്കിയെന്നറിയുവോ? കോടിക്കണക്കിന് ഇറക്കി കളിച്ചതാ. ഇത്രയും ചെലവാക്കിയിട്ട് കുനിഞ്ഞിരിക്കാൻ പറ്റുവോടാ? ഇട്ടത് എടുക്കണം. ഇത് രാഷ്ട്രീയമല്ല, വ്യാപാരമാണ്. സാറേ, എനിക്ക് രാഷ്ട്രീയം അറിയില്ല, വ്യാപാരം അറിയില്ല. ആ വീടാണ് എനിക്കെല്ലാം. സാറിനത് വെറും കല്ലും മണ്ണുമായിരിക്കും. ഞങ്ങൾക്കതാണെല്ലാം. വീടിന് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. എവിടെ വേണമെങ്കിലും പോവും. ഇവനെ കൊണ്ട് ഞാൻ തോറ്റുപോകും. നീ എവിടെ പോകും? എവിടെ വരെ പോകും? കോർപ്പറേഷൻ കമ്മീഷണർ, MLA, MP, മിനിസ്റ്ററുടെ അടുത്ത്? എവിടെ പോയാലും ചുറ്റി എൻ്റെ അടുത്ത് തന്നെ വരണം. ഞാനെന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത് സാറേ. ഇന്ന് വേണമെങ്കിൽ സാർ CM ആയിരിക്കും, ഞാൻ ഒരു സാധാരണയാളും. പക്ഷെ തിരഞ്ഞെടുപ്പിൽ സാർ തോറ്റ നിങ്ങളും ഒരു സാധാരണയാളാകും. ആ അധികാരം കിട്ടാൻ വീണ്ടും ഞങ്ങളെ തേടി വരണം. അധികാരം വെച്ച് വരട്ടരുത്. സാർ അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യുമെങ്കിൽ ഞാൻ എൻ്റെ വീടിന് വേണ്ടി എന്തും ചെയ്യും. എന്ത് ചെയ്യൂടാ നീ? എന്ത് ചെയ്യുമെന്നാ? മിണ്ടാതിരുന്ന നീ തലേ കയറുവോ? ഞാനിവിടെ വായി നോക്കാനിരിക്കുമെന്ന് വിചാരിച്ചോ? ഒരു കൗൺസിലർ ചത്ത എല്ലാം നീ നിർത്തിക്കളയുവോ? ഇങ്ങോട്ട് നോക്കടാ. ഞാൻ ഈ നില റിവൺ കണ്ടിച്ച് വന്നതല്ല, കഴുത്തറുത്ത് വന്നതാ. ഇലക്ഷന്റെ സമയമല്ല, നിന്നെ ഞാൻ കൊന്നു കൊഴിച്ചു മൂടിയാനാ. പറഞ്ഞു വിടടാ ഇവനെ. എന്താ മോനെ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കാതെ? നിന്റെ നല്ല സമയം നിനക്ക് ജീവൻ തിരിച്ചു കിട്ടി. ആദ്യം നീ ഇവിടുന്ന് പോയേ. പോ. എവിടെ വരെ പോകും? കോർപ്പറേഷൻ കമ്മീഷണർ, MLA, MP, മിനിസ്റ്ററുടെ അടുത്ത്? എവിടെ പോയാലും ചുറ്റി എൻ്റെ അടുത്ത് തന്നെ വരണം. ഒരു കൗൺസിലർ ചത്ത എല്ലാം നീ നിർത്തിക്കളയൂ. ചേച്ചി, നമ്മുടെ സ്വന്തം രമണി ചേച്ചി, നമ്മുടെ സ്വന്തം രമണി ചേച്ചി. ചേച്ചി, വെറും ഒരു ഇഡലിക്കട തുടങ്ങിയ ചേച്ചി ഇപ്പൊ ഇവിടം വരെ വന്ന് നിൽക്കുകയല്ലേ? ഇതിനു മേലെ പോണ്ടേ? എന്താണ് പറയുന്നത്? ചേച്ചി, ഈ പ്രാവശ്യം നടന്ന വോട്ടെടുപ്പിൽ ഭൂരിഭാഗവും ജയിച്ചിരിക്കുന്നത് ഇടതുപക്ഷക്കാരാണ്. ചേച്ചിയുടെ ഭാഗ്യം കൊണ്ട് മേയർ പദവി പെണ്ണുങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. നേരാണ് ഈ പറയുന്നത്. ഇതുപോലും അറിയാതെ കൗൺസിലറായി. ഞാൻ പറയാം, അവരുടെ ഭാഗ്യക്കേട് കൊണ്ട് അവരുടെ പാർട്ടിയിൽ ഒരു പെൺ കൗൺസിലർ പോലുമില്ല. ചേച്ചിയുടെ ഭാഗ്യം ചേച്ചി ഒരു പെണ്ണായതാണ്. VTM പാർട്ടിയുടെ നേതാവിനെ പോയി കാണ്. ഒരു പൊന്നാട അണിയിക്ക്. നമ്മുടെ നാടിന്റെ അടുത്ത മേയർ രമണി ചേച്ചി. രമണി ചേച്ചി, രമണി ചേച്ചി. ഞാൻ ചോദിക്കട്ടെ? അതെ, അയ്യപ്പ തല മുഴുവൻ നര കയറിയിരിക്കുക. എന്നിട്ട് പറയാം യൂത്ത് അതെല്ലാം ചേർക്കാൻ പോകും. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. നാളെ രാവിലെ ഫ്രണ്ട് പേജിൽ തന്നെ വരണം. മേയർ രമണി ചേച്ചിയുടെ ആഭിമുഖ്യത്തിൽ എക്സ് കൗൺസിലർ മുരളി അണികളോടൊപ്പം പാർട്ടിയിൽ വന്ന് ചേർന്നു. എടാ നിക്കടാ, വെറും മേയർന്ന് വേണ്ട, പെൻ ഷേഖുവാരൻ ഇട്ടേക്ക്. അല്ല, ഈ ഷേഖുവാരെന്ന് പറഞ്ഞാരാ? ആർക്കറിയാം, എല്ലാരും ബെനിനെ ഇട്ടോണ്ട് നടക്കും. നീ ഇട് മോനെ. നിന്നെ ഷേഖുവാർ ആരാന്നറിയോ? ആരാ? അയാൾ ഒരു കോടീശ്വരനും പിന്നെ ഒരു വീര പോരാളിയുമായിരുന്നു. സേ എന്ന് പറഞ്ഞാൽ സുഹൃത്തെന്നർത്ഥം. മാറ്റങ്ങൾ വരുത്താത്ത എല്ലാ വാക്കുകളും വേസ്റ്റ് ആണെന്ന് അയാൾ പറഞ്ഞിരുന്നത്. ബുദ്ധിമാനെ പോലെ സംസാരിക്കുന്നല്ലോ, അറിവുള്ള ആളാ. അതുകൊണ്ടല്ലേ ഞാൻ വാച്ച്മാനായിട്ട് നീ പാർട്ടിയിലുള്ളത്. അറിവിനും രാഷ്ട്രീയത്തിനും എന്താ ബന്ധം? ആപ്പിൾ, മൽഗോവ, മാമ്പഴം. വരൂ 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 വരൂ. 5000 മാറ്റി വെച്ചിട്ട് ബാക്കി 250 രൂപ. രമണി എന്ന ഞാൻ ഈശ്വരൻ മുൻപാകെ സാക്ഷിയായി എന്റെ സഹോദരൻ കമൽഹാസനാണ് സത്യം. ഈ നഗരസഭയുടെ മേയറായി ഏറ്റെടുത്തിരിക്കുന്ന ഈ ഉത്തരവാദിത്വം സത്യസന്ധമായും മനസാക്ഷിയോടെയും ഞാൻ ആത്മാർത്ഥമായി ചെയ്തു കൊള്ളാമെന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നു. മേയർ രമണി ചേച്ചി, മേയർ രമണി ചേച്ചി. വളരെ നന്ദിയുണ്ട് മക്കളെ. എന്തിന്? എവിടെയോ കിടന്ന് എന്നെയല്ലേ ഇവിടെ നിർത്തിയിരിക്കുന്നത്. എല്ലാം നീ എന്നോട് നന്ദി കാരണം. പറയണ്ട, ഇവരോടെല്ലാം പറയേ. ചേച്ചിയെ വിശ്വസിച്ച് ഇവരെല്ലാം വോട്ട് ചെയ്തില്ലേ? ചേച്ചിയെ കൊണ്ടാകുന്നത് ഇവർക്ക് ചെയ്തു കൊടുക്ക്. ഇതൊക്കെ മോൻ പറഞ്ഞു തരണോ എന്നോട്? തീർച്ചയായും ചെയ്തിരിക്കും. അടിപൊളി. അവനൊരുത്തനാ അവളെ ജയിപ്പിച്ച് കൗൺസിലറാക്കിയത് എന്ന് നിങ്ങൾ ഐഡിയ കൊടുത്ത് അവളെ മേയറും ആക്കി വെച്ചില്ലേ? എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഇത് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതാന്ന് എനിക്ക് തോന്നുന്നു. മിണ്ടാതെ നിൽക്കുന്നുണ്ടോ? തോറ്റത് നീയല്ല, ഞാനാ.
ഇന്ന് ട്രിവാൻഡ്രം, നാളെ കേരളം മൊത്തം. അവൻ അറിയില്ല, അവനെ ഞാൻ മനസ്സിലാക്കി കൊടുക്കും. അവൻ മനസ്സിലാക്കും. വിടില്ല ഞാൻ. പാർക്കിംഗ് കോൺട്രാക്ട് അല്ലേ, അത് ഞാൻ സംസാരിച്ചോളാം മേയറോട്. അല്ല അയ്യപ്പ, സന്തോഷത്തോടെ ചായ കുടിക്കാനല്ലേ? ചായ കുടിക്കുന്നതിൽ എന്ത് സന്തോഷമെന്നാ? ഇതിലെന്താ ഇത്ര വലിയ കാര്യം? എന്താ അയ്യപ്പ ദേഷ്യപ്പെടുന്നത്? പിന്നല്ലാതെ രമണി ചേച്ചിയെ മേയറാക്കി, ആ ബീഡി സ്വാമിയെ BBC ലെവലിലേക്ക് ഫേമസ് ആക്കുകയും ചെയ്തു. പക്ഷെ ആദ്യമായിട്ട് നിന്നെ ഓട്ടോയിൽ കയറ്റി എന്നെ കറിയിലിട്ടിരിക്കുന്ന കരിയാപ്പല പോലെ എന്നെ എടുത്ത് പുറത്ത് കളഞ്ഞില്ലടാ. എന്താടാ ലൈൻ പൊട്ടിപ്പോയോ? ലൈൻ റിവേഴ്സിൽ പോയിക്കൊണ്ടിരിക്കുക, ലൈഫും റിവേഴ്സിൽ പോയിക്കൊണ്ടിരിക്കുക. എന്നാ ടോപ്പ് ഗിയർ ഇട്ടാലോ? മോനെ, സോറി ചേച്ചി, ഡിസ്റ്റർബ് ആയോ? അങ്ങനെയൊന്നും ഇല്ലടാ മോനെ. എനിക്കൊരു സഹായം ചെയ്യോ? എന്താന്ന് പറ. ഞാൻ ഒരാളുടെ പേര് പറയാം, അവനെ ജോലിക്ക് വെക്കോ അവിടെ? നീ പറഞ്ഞ ഞാൻ കഴുതെ കൂടെ ജോലിക്ക് വെക്കില്ലേ? അയ്യോ, കഴുതിയൊന്നും വെക്കണ്ട ചേച്ചി, നമ്മുടെ അയ്യപ്പനെ ജോലിക്ക് വെച്ചോ. അതിനെന്താ, നീ ഇങ്ങോട്ട് അയക്കടാ. അത് കൊള്ളാം, താങ്ക്സ് ചേച്ചി.